ഇസ്രായേലിന്റെ വംശഹത്യയിൽ പട്ടിണിയും മരണവും വിളയാടുന്ന ഗസയ്ക്ക് മേൽ കരയാക്രമണം കൂടി ആരംഭിച്ചിരിക്കുകയാണ് സയനിസ്റ്റ് ജൂതരാഷ്ട്രം. ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് വരുന്നത്. പതിനായിരങ്ങൾ ഗസയിൽ നിന്ന് സുരക്ഷിതമല്ലാത്ത പാതയിലൂടെ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നു. കരയുദ്ധം ആരംഭിച്ച് ആദ്യ ദിവസം തന്നെ ഗസ നഗരത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. നഗരത്തിൽ കനത്ത ബോംബാക്രമണമാണ് നടക്കുന്നത്. ബാക്കി വന്ന സിവിലിയൻ പാർപ്പിട കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നൊഴിയാതെ തകർക്കുന്നത് തുടരുകയും ചെയ്യുന്നു. വ്യോമസേനയുടെ ബോംബാക്രമണത്തിന് പിന്നാലെ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി ഇസ്രായേൽ സൈന്യം ഗസ നഗരത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ നഗരത്തിലെ 40% താമസക്കാർ ഏതാണ്ട് 3.5 ലക്ഷം പേർ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്തതായാണ് റിപ്പോർട്ട്. 2 വർഷത്തെ വംശഹത്യക്കിടയിൽ അതികഠിന ദിവസങ്ങളിലൂടെയാണ് ഗസ കടന്നു പോകുന്നത്. ആഴ്ചകളായി ഗസയിൽ നടക്കുന്ന ബോംബാക്രമണങ്ങൾ കൂടുതൽ മാരകമാണെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ അത് ഒരിക്കലും നിലയ്ക്കാത്ത ഭൂകമ്പം പോലെയാണെന്നാണ് ഗസ നിവാസികൾ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പലായനത്തിന് തുറന്നുകൊടുത്ത റാഷിദ് റോഡിൽ ഒഴിഞ്ഞു പോകുന്നവരുടെ തിരക്കാണ്. ഇപ്പോൾ പലായനം ചെയ്യുന്ന തെക്കൻ മേഖലയും സുരക്ഷിതമല്ല. അവിടെയും ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നുണ്ട്. അവിടെ മരണമില്ലാത്ത ഒരു ദിവസം പോലുമില്ല. മരണത്തിൽ നിന്ന് മരണത്തിലേക്കാണ് ഫലസ്തീനികളുടെ പലായനം. ഗസയിൽ സംഭവിക്കുന്നത് വെറുമൊരു മാനുഷിക ദുരന്തമല്ല, ഒരു ജനതയെ ആസൂത്രിതമായി നശിപ്പിക്കുകയാണ്. ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 20,000 കുട്ടികൾ ഉൾപ്പെടെ 64,000-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു. യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലാണ്. ഗസയിൽ സുരക്ഷിതമായ ഒരിടം പോലുമില്ല. പല വീടുകളിലും മുഴുവൻ കുടുംബങ്ങളും ഇല്ലാതാക്കപ്പെട്ടു. രോഗികളെ പരിചരിക്കുന്നതിനിടെ ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടു. റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടു. ആശുപത്രികളിൽ ബോംബാക്രമണം നടത്തി മെഡിക്കൽ സൗകര്യങ്ങൾ ആക്രമിച്ചു. ഒന്നും ബാക്കി വയ്ക്കാതെ ഗസയിലെ എല്ലാവരെയും ഇസ്രായേൽ ആക്രമിച്ചു. പട്ടിണി ഉൾപ്പെടെയുള്ള കൂട്ടായ ശിക്ഷാ നയം അതിൻ്റെ ക്രൂരമായ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഗസ ഇന്ന് പട്ടിണിയിലും പട്ടിണി മരണത്തിലുമാണ്. ഇന്ന് ഫലസ്തീനികൾക്ക് നൽകുന്ന ഏറ്റവും കാരുണ്യമുള്ള ശിക്ഷ വേഗത്തിലുള്ള മരണമാണ്. ഗസയുടെ തെക്ക് ഭാഗത്തുള്ള സൈനിക നിയന്ത്രിത ക്യാമ്പുകളിൽ ഫലസ്തീനികളെ അടച്ചിടാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. അതിനുവേണ്ടി കെട്ടിടങ്ങൾ പോലുമില്ല. ഉള്ള കെട്ടിടങ്ങളിൽ സൈന്യം അതിക്രമിച്ചു കയറി ഇടിച്ചു നിരത്തി തരിശിട്ടു. ഭക്ഷണത്തിനു വേണ്ടിയുള്ള നീണ്ട ക്യൂകൾ, നിരനിരയായ കൂടാരങ്ങൾ, തിരക്കേറിയ സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വത്തിന് ഭയപ്പെടുന്ന അപരിചിതരും സ്ത്രീകളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളുമായി ഒത്തുകൂടുന്ന ടെൻറ്റുകൾ, അങ്ങനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഗെറ്റോകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഗേറ്റുകൾ നിയന്ത്രിക്കുന്ന, ആരെയാണ് പ്രവേശിക്കേണ്ടതെന്നും ആരെയാണ് പോകേണ്ടതെന്നും തീരുമാനിക്കുന്ന ക്യാമറകളും വാച്ച് ടവറുകളും ഉപയോഗിച്ച് ജീവിതം നിരീക്ഷിക്കുന്ന സൈനികരെ സങ്കല്പിക്കാൻ കഴിയും. ക്യാമ്പുകളിലെ ജീവിതം അതിജീവനത്തിലേക്ക് ചുരുങ്ങും. ബോംബുകൾ നഗരങ്ങളെ നശിപ്പിക്കുന്നു, പക്ഷെ നിർബന്ധിത പലായനം ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം വേരുകൾ നശിപ്പിക്കും. ഇപ്പോഴത്തെ കൂട്ടക്കൊലയിൽ മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിയ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ സുനാമിയിൽ പാശ്ചാത്യ ലോകം ഇപ്പോഴും അന്ധരാണ്. ഇസ്രായേലിനുള്ള രാഷ്ട്രീയ, സൈനിക അല്ലെങ്കിൽ ഭൗതിക പിന്തുണയിലൂടെയോ നിശബ്ദതയിലൂടെയോ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ വംശഹത്യയിൽ പങ്കാളികളാണ്. ഈ അതിക്രമങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി തിരിച്ചറിയുന്നവർ പോലും കുറവാണ്. ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നതിന് മത്സരിക്കുന്നുണ്ട്. ഒരു സാങ്കല്പിക ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പാശ്ചാത്യ അംഗീകാരം എന്നതുപോലും അതിനൊപ്പം ഇസ്രായേൽ എന്ന വംശീയ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫലസ്തീൻ അംഗീകരിക്കാനല്ല, ഇസ്രായേലിനുള്ള അംഗീകാരം പിൻവലിക്കാനാണ് പാശ്ചാത്യ ലോകം തയ്യാറാകേണ്ടത്. ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനുള്ള യുദ്ധം നടത്തുന്നുവെന്ന വലിയ നുണ ഇനിയെങ്കിലും പാശ്ചാത്യ ലോകം അവസാനിപ്പിക്കണം. നടക്കുന്നത് ക്രൂര വംശഹത്യയാണ്. ലോക സമൂഹം അത് തിരിച്ചറിയുകയും യൂറോപ്യൻ നാടുകളിൽ വ്യാപക ജനകീയ പ്രതിഷേധം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും വംശഹത്യയെ അതിൻ്റെ നിശബ്ദത കൊണ്ട് പിന്തുണയ്ക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേലിന് കൈയടിക്കുകയും ചെയ്യുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. പട്ടിണി കിടക്കുന്ന ഫലസ്തീനികളെ അവരുടെ അവസാനത്തെ അഭയകേന്ദ്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പോകുകയാണ് ഇസ്രായേൽ. ഈ ഘട്ടത്തിലും ലോകരാജ്യങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഗസയിലെ ഇസ്രായേലിൻ്റെ ഉപരോധം തകർക്കുന്നതിനും UN ഏജൻസികളെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ സഹായിക്കുന്നതിനും ബ്രിട്ടീഷ് സർക്കാരിന് ഭക്ഷണവും മരുന്നും നിറച്ച നാവിക കപ്പലുകൾ അയക്കാൻ കഴിയും. ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് ബ്രിട്ടന് നിർത്താൻ കഴിയും. സൈപ്രസിലെ RAF ബേസിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടി ചാരവിമാനങ്ങൾ ഓടിക്കുന്നത് നിർത്താനും കഴിയും. ഗസയിലെ ജനസംഖ്യയുടെ 10%-ലധികം പേരെ ഇതിനകം ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിവിവര കണക്കുകളോട് വിമുഖത കാണിക്കുന്നില്ല, പക്ഷേ ഇസ്രായേലിനെതിരെ നടപടി എടുക്കുന്നുമില്ല.
കൂട്ടക്കൊല, നിർബന്ധിത കുടിയിറക്കൽ, വീടുകൾ തകർക്കൽ, ഫലസ്തീനികളെ തടവുകാരാക്കൽ, മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തൽ, ആശുപത്രികൾക്ക് ബോംബിടൽ, ഇസ്രായേൽ ജയിലുകളിലെ ഫലസ്തീൻ പ്രായപൂർത്തിയാകാത്തവരെ എന്നിവയെക്കുറിച്ചുള്ള എണ്ണമറ്റ സ്ഥിതിവിവര കണക്കുകൾ UN പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ സ്ഥിതിവിവര കണക്ക് പോലും ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ UN പ്രേരിപ്പിച്ചിട്ടില്ലെന്നത് ലജ്ജിപ്പിക്കുന്നതാണ്. waytonikah.com, the exclusive Muslim matrimonial site.